നമ്മളെ മനസ്സിലാക്കിയിട്ട് തോന്നുന്നു നമ്മളെ ചുറ്റും എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരൊന്നും അല്ലല്ലോ. വി ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. രസികന്മാരാണ് ബഹുഭൂരിപക്ഷം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ചളിയോ ഹ്യൂമറൊക്കെ അടിച്ച് പോകുമ്പം അത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു നല്ലൊരു വിഭാഗം പേരുണ്ട്, അവർ വിചാരിക്കുന്നത് അവർ മസിൽ പിടിക്കും, നിങ്ങളും മസിൽ പിടിക്കണം, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്നും ഞാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നിയമം അനുവദിക്കുന്ന എന്തും സത്യത്തിൽ സംസാരിക്കാം. ഇപ്പോൾ ആർട്ടിക്കിൾ 19(1) പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശം ഞാൻ വിനിയോഗിക്കുന്നത് തകർത്ത് വിനിയോഗിക്കും. അതിൽ ആരും വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അഭിപ്രായം പറയാമാണെങ്കിൽ, പക്ഷേ എന്നെ നിയന്ത്രിക്കാമെന്ന് നോക്കണ്ട. ഇപ്പോൾ യു ഹാവ് യുവർ റൈറ്റ്, വൈ കാണ്ട് യു എക്സസൈസ് ഇറ്റ്? ഇപ്പോൾ ഇൻഫാക്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഫ്രീഡം ടു ഒഫൻഡ് ഉണ്ട്. അല്ലാതെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് എനിക്ക് അവകാശം തന്നതെന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളെ ഒഫൻഡ് ചെയ്യാനും കൂടെ ഉള്ള അവകാശമുണ്ട്. ഇത് ബേസിക്കാണ്. ഇതുപോലും മനസ്സിലാവാത്ത ആൾക്കാർ ആണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് ട്രാജഡി. പിന്നെ ഈ രസികന്മാരുടെ കാര്യം പറയാതെ വയ്യ. കാരണം ഹ്യൂമർ സെൻസ് ഒരു വലിയ വലിയ കാര്യമാണ്. മലയാളികൾക്ക് പൊതുവേ ഹ്യൂമർ സെൻസ് ഉണ്ട്. സെൽഫ് ഡെപ്രിക്കേറ്റിംഗ്, സ്വയം പരിഹസിച്ചും തമാശയാക്കിയും ഒക്കെ തന്നെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കൂട്ടരാണ് പൊതുവേ മലയാളികൾ.